കാര്യങ്ങളൊക്കെ മാറി മറയുന്നു. ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പോഴേക്ക് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവ് അഥവാ അവിടുത്തെ സീനിയർ ഒഫീഷ്യലായിട്ട് വരുന്ന ആൾ പറയുന്നുണ്ട്, ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇറാൻ മിലിറ്ററി കൊടുത്തതാണ്. എ സീനിയർ ഇറാനിയൻ ഒഫീഷ്യൽ വാൺസ് എനി അറ്റാക്ക് ഓൺ ഇറാൻ വിൽ ബി ട്രീറ്റഡ് ആസ് എൻ ഓൾ ഔട്ട് വാർ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, എവിടെയെങ്കിലും തീപ്പൊരി പാറിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഇനിയും പാറട്ടെ, ഇനി എവിടെയെങ്കിലും എത്തുമെന്ന് നോക്കട്ടെ എന്ന് കാത്തിരിക്കാൻ ഞങ്ങളെ കിട്ടില്ല. പകരം ഇതുവരെ വന്നതൊക്കെ വന്നു, കാത്തിരുന്നത് കാത്തിരുന്നു, ഇനി അതിൻ്റെ സമയമായി എന്ന് കരുതി കൃത്യമായ ഒരു അറ്റാക്ക് നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ ഈ കാണിക്കുന്നത്. മിലിറ്ററിയുടെ അഥവാ ഇറാൻ മിലിറ്ററിയുടെ വാർത്താ ചാനലാണ്. അവിടെ പറയുന്ന സീനിയർ മിലിറ്ററി ഒഫീഷ്യലാണ് ഈ വാണിംഗ് ചെയ്തിട്ടുള്ളത്. അഥവാ നമ്മൾ എവിടെയെങ്കിലും എന്ന് തുടങ്ങിക്കിട്ടിയാൽ ഞങ്ങൾ അവിടെയും തുടങ്ങി ഇവിടെയും തുടങ്ങി ഇനി ഇങ്ങോട്ടെത്തട്ടെ എന്ന് കരുതി ഇരിക്കില്ല എന്നുള്ള ഒരൊറ്റ മറുപടിയാണ് അമേരിക്ക കൊടുത്തത്. പക്ഷേ അമേരിക്കയുടെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇന്നലെ മുതൽ ഒന്ന് ഒരു പതുങ്ങൽ സ്വഭാവം കാണിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കാണുന്നതല്ല ഇയാളുടെ ഈ ഒരു സംസാരമില്ലായ്മ. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ ദാവോസ് എന്നേറ്റ വെടിയുണ്ടയുടെ ആ ഒരു പ്രത്യാഘാതം കൊണ്ടാണോ എന്നറിയില്ല, ദാവോസ് എന്ന് വലിയ രൂപത്തിൽ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ട്രംപിന്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. ദാവോസ് അത് ഇൻ്റർനാഷണൽ എക്കണോമിക് ഫോറത്തിൽ പോയിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് അവിടെ പറഞ്ഞതെന്നൊക്കെ നമുക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷെ അവിടെ നിന്ന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടാതെ തിരിച്ചു പോരേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു ലോക നേതാവിന് പറ്റാത്തത് കൊണ്ട് തന്നെ അയാൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരിക്കും എന്നാണ് കരുതുന്നത്. എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഇറാൻ്റെ ഒരു നയപരമായിട്ടുള്ള സമീപനത്തിൽ ഒട്ടും പുറകോട്ട് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഒന്ന് സൂചിപ്പിക്കുകയാണ്, ചാനലിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാം, അല്ല കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇവിടെ വലിയ ആയുധങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ടാണ് ഇവർ പറയുന്നത്. ആയുധങ്ങൾ ഇവരെ പ്രത്യേകമായിട്ട് നേരത്തെ തന്നെ ഇതൊക്കെ കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ. ഇത് ഇൻഷാ അല്ലാഹ് ഞാൻ സ്പിൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്താണ് ഈ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഈ ഒടുക്കത്തെ അല്ലെങ്കിൽ അവസാനത്തെ യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു നിർത്തലൊന്നും ഞങ്ങൾക്ക് ഇല്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഞങ്ങളെങ്ങ് ഏറ്റുപിടിക്കും. അതെന്തിനാണ് ഈ പറയുന്നത് എന്ന് വെച്ചാൽ, ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് ഇപ്പോഴേ ഇങ്ങോട്ട് വലിയ രൂപത്തിൽ പ്രത്യാക്രമണം നടത്തുന്നത് എന്ന ചോദ്യം ഇനി ഉണ്ടാകരുത്. മാത്രമല്ല, ഒരു സീസ് ഫയർ സ്വപ്നങ്ങളിൽ പോലുമില്ല. അത് രസമാണ്. അഥവാ കഴിഞ്ഞ പ്രാവശ്യം സീസ് ഫയറിലേക്ക് കാല് പിടിച്ച് ട്രംപിനെ കൊണ്ട് പറയിപ്പിച്ചത് നെതന്യാഹുവാണ്. പക്ഷേ രണ്ടുപേരോടും ലോകത്തിനോടും പറഞ്ഞു, ഇനി ഒരിക്കലും സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഈ രാജ്യമുണ്ടാവില്ല, ഞങ്ങളങ്ങോട്ട് വന്ന് ആക്രമിക്കൽ. എന്തൊരു നയപരമായിട്ടുള്ള ഒരു വീക്ഷണമാണ് ഇറാൻ്റേത്. പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിച്ച് ചെറിയ രൂപത്തിലെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ രൂപത്തിൽ തന്നെ ഓൾ ഔട്ട് വാറായിട്ട്, അഥവാ എല്ലാം തുറന്നു വെച്ചിട്ടുള്ള ആ ഫുൾ സ്കെയിൽ വാറായിട്ട് നമ്മൾ ഇവിടെ ആരംഭിക്കും. അതിൽ നിങ്ങളുടെ നാശനഷ്ടങ്ങൾ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങളുടെ പേര് ഇവിടെ പറയുന്നുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുള്ള ജോർദാൻ, അതേപോലെ സൗദി, ഖത്തർ, ഈ ഒമാൻ, പിന്നെ സിറിയ, ഇറാഖ് തുടങ്ങിയ ഭാഗങ്ങളിലുള്ള പേരുകളൊക്കെ കാണിക്കുന്നുണ്ട്. അഥവാ ഈ ഏരിയകളിലൊക്കെ ഞങ്ങൾ ആക്രമിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിവിലിയൻസിനെ പോയിട്ട് കൊന്നുകളയും എന്നല്ല, മറിച്ച് അവരുടേതായിട്ടുള്ള അസറ്റുകൾ, അവരുടെ ആ ഒരു പട്ടാള ക്യാമ്പും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് എണ്ണി ചുറ്റുഭാഗത്തുള്ള മേഖലകളും, പിന്നെ അവസാനം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ജാരസന്തതിയായിട്ടുള്ള രാജ്യത്തെയും ഒടുക്കം വരെ ആക്രമിക്കാനാണ് ഞങ്ങളുടെ പദ്ധതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കേട്ടിട്ട് 8 മണിക്കൂറായി. അഥവാ നമ്മളിപ്പം രാവിലെ ആ ന്യൂസ് കാണുന്നു, ഇതിപ്പോൾ 8 മണിക്കൂറായിട്ട് പുറത്ത് വിട്ടിട്ട് എവിടെയെങ്കിലും അഥവാ ട്രൂത്തിലോ അല്ലെങ്കിൽ വേറെ ബന്ധപ്പെട്ടതിലോ ഒന്നും ഈ ട്രംപോ അല്ലെങ്കിൽ നെതന്യാഹോ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവർ കാര്യമായ പരിക്ക് ഈ വാക്കുകളിലൂടെ തന്നെ കിട്ടുന്നുണ്ടെന്നുണ്ട്, അല്ലെങ്കിൽ ഇവരൊന്നുകൂടിയും ഒന്നുകൂടി ഒന്ന് വിപുലപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല പന്തിയല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണ് ഇനി ട്രംപിൻ്റെ എന്താണ് കാര്യങ്ങൾ, 2 ദിവസമായിട്ട് അല്ലെങ്കിൽ 1.5 ദിവസമായിട്ട് ഒന്നും പറയാത്ത ഈ ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനം എന്തെങ്കിലും ഉണ്ടാവുമോ? ഇനി വലിയൊരു പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് അല്പം ഒന്ന് ആശ്വാസം അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുകയാണോ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഇനി വരും മണിക്കൂറുകളിൽ കാണാൻ പറ്റുള്ളൂ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാലാകാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് യുദ്ധം ചെയ്ത ആ ഒരു
ലാഭത്തു നിന്ന് മാത്രമാണ് അവർ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം അനിവാര്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നൊരു പുതിയ പദ്ധതി ഉള്ളതുകൊണ്ട്, അഥവാ പഴയ പദ്ധതി പുതിയ രൂപത്തിൽ ആക്കി അതിൻ്റെ ഇംപ്ലിമെൻ്റ് നടക്കാൻ വേണ്ടി വല്ലാത്ത പരിശ്രമം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് യുദ്ധം അനിവാര്യമാണെന്നുള്ളത് അവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആരെയും അങ്ങോട്ട് വന്നിട്ട് ആക്രമിക്കില്ല. പക്ഷേ ഇങ്ങോട്ട് വന്ന് ചെറിയ രൂപത്തിൽ ആക്രമിച്ചാൽ പഴയതൊന്നും ഒന്നുമില്ല, ഫുൾ സ്കെയില്, അഥവാ പുതിയ ആയുധമെന്നോ പഴയ ആയുധമെന്നോ നിങ്ങൾ എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല, ഫുൾ സ്കെയിൽ വാറ് ഞങ്ങൾ തുറന്നു വിടുകയും ചെയ്യും. അതിന് സർവ്വസജ്ജമാണ് IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡ്. അതുകൊണ്ട് നിങ്ങൾ അത് കരുത്തോടുകൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ അതിലേറെ കരുത്തോടുകൂടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അതല്ല, മടങ്ങിപ്പോവുകയാണെങ്കിൽ നമുക്ക് ലോകത്തിന് അതാണ് ഏറ്റവും നന്നാവുക. പ്രവാസ ലോകത്തിലെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഭാവി അപകടത്തിലാണെന്നുള്ള കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയ ഓരോ സമീപനങ്ങൾ ഖത്തർ സ്വീകരിച്ചു വരുന്നു. കാരണം കഴിഞ്ഞ ദിവസം തന്നെ അവിടുത്തെ ബ്രിട്ടൻ്റെ വിമാനങ്ങളൊക്കെ വന്നിട്ട് അൽ ഉദൈദ് എന്ന് പറയുന്ന ഒരു പട്ടാള ക്യാമ്പിൽ വന്നിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഖത്തർ പ്രഖ്യാപനം നടത്തിയത് എന്താണ്? ഇവിടെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്, ഖത്തറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടൈഫോൺ എന്ന് പറയുന്ന വിമാനത്തെ അവിടെ കൊണ്ടുപോയി നിർത്തിയത്. എങ്ങനെയുണ്ട്? എന്നാൽ ബ്രിട്ടൻ പറയുന്നു ഞങ്ങൾ അവിടുന്ന് ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ടൈഫോൺ എന്ന വിമാനത്തെ അങ്ങോട്ട് അയച്ചതെന്ന്. എന്തൊക്കെയോ ഒരു തരികിട പരിപാടികളൊക്കെ ഖത്തർ നന്നായിട്ട് നടത്തുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കൃത്യമായി ഖത്തർ അമേരിക്കയുടെ കൂടെയാണ്. മൊത്തത്തിലൊരു സമ്മറൈസ് ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ സമയം വരെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇറാൻ, ഖത്തർ, അതുപോലെ തന്നെ ഇസ്രായേൽ, അമേരിക്ക, ബ്രിട്ടൻ, ഇങ്ങനെ 5 രാജ്യങ്ങളായിട്ട് ഈ യുദ്ധം വിപുലപ്പെട്ട് കഴിഞ്ഞു. ആ യുദ്ധത്തിൻ്റെ അവസാന വിജയമാർക്ക് എന്നതല്ല, അവസാനമായിട്ട് ആരും വിജയിക്കാനും പോകുന്നില്ല. അവസാന റിസൾട്ട് നമുക്ക് മനസ്സിലാവും. ലോകക്രമം ഒന്ന് മാറും, പട്ടിണി പരിവട്ടങ്ങളൊക്കെ കയറി വരും, ഈ മിഡിൽ ഈസ്റ്റ് ഒന്ന് തകരും. ഇറാൻ പണ്ടേ തകരാൻ, അഥവാ അവർ തകർന്നെടുത്തു നിന്ന് എഴുന്നേറ്റ് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് തകരാനൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്ക് ഇനി ഈ രാജ്യമോ അതുപോലെ ലോകം പോകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എങ്ങനെയാണെങ്കിലും ദിവസങ്ങൾ കഴിയുമ്പം അംഗരാജ്യങ്ങളുടെ എണ്ണം കൂടി വരുന്നു എന്ന് പറയുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന് ഏറെ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ആദ്യം ഇസ്രായേലും ഇറാനും മാത്രമായിരുന്നു, പിന്നെ അമേരിക്കയായി, പിന്നെ കൂടെ ഖത്തറായി, അതിൻ്റെ കൂടെ തന്നെ നാറ്റോ സഖ്യം വേറെ തന്നെ ഉണ്ട്. എങ്കിലും ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തുറന്നു പറഞ്ഞിട്ടുള്ളത് ബ്രിട്ടനാണ്, ഞങ്ങളെല്ലാ സഹായവും നിങ്ങൾക്ക് നൽകുമെന്നുള്ളത്. പക്ഷെ അപ്പുറത്ത് റഷ്യയുണ്ട്, അതേപോലെ തന്നെ ഉത്തര കൊറിയയും ചൈനയുണ്ട്. ചൈനയുടെ വലിയ വിപുലപ്പെടുത്തിയിട്ടുള്ള ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയതും സ്റ്റാർലിങ്ങിനെ ജാം ചെയ്തതൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ രൂപത്തിൽ റഷ്യ, ചൈന 2 രാജ്യമായി, ഇറാൻ, അതുപോലെ ഉത്തര കൊറിയ, അമേരിക്ക, ബ്രിട്ടൻ, ഖത്തർ, ഇസ്രായേൽ, ഇപ്പോൾ തന്നെ ഈ 8 രാജ്യങ്ങളോളം ഇത് വിപുലപ്പെടുത്തിയിട്ട് ഹോട്ട് ചർച്ചയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ലോകമഹായുദ്ധത്തിൻ്റെ തുടക്കമായിട്ട് കണക്കാക്കേണ്ടി വരുമെന്നുള്ളതാണ് പലരും പറയുന്നത്. നമുക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്താണെങ്കിലും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലമതിച്ച് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുള്ള സഹകരണം, ഞാൻ അതിനുവേണ്ടി പറയുന്നത് ഇത്രയേ ഉള്ളൂ. 3 ചാനൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം. അപ്പോൾ എന്താണെങ്കിലും ഒരു 8 രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിച്ച ഒരു യുദ്ധമായി ഇതിനെ പരിണമിച്ചു വരുന്നു. ഇനി കാത്തിരിക്കാം സമാധാനത്തിന് വേണ്ടി എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും ഒരു ശക്തിക്ക് മറ്റെല്ലാ ശക്തിയുടെ മുകളിലും ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. മറ്റൊരു വീഡിയോയിൽ കാണാം. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.